عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ അധ്യാപകരെ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികൾ, വളർച്ചയുടെ പടവുകൾ അതിവേഗം താണ്ടിക്കൊണ്ടിരിക്കുന്ന ജാമിയ ബുസ്താനുൽ ഉലൂമിൻ്റെ ഈ വർഷത്തെ യൂണിയൻ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അറബി കോളേജുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാനവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നാം പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളിലും അറബി കോളേജുകളുടെ ചരിത്രവും അത് സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങളുമൊക്കെ പലപ്പോഴായി വിശദീകരിക്കപ്പെടുകയും നമ്മളത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് ദീർഘമായി ആ വിഷയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൽ അറബി കോളേജുകൾ എന്ന് പറയുന്നത് ഓരോ നാടിൻ്റെയും മാറ്റത്തിന് തുടക്കം കുറിച്ച സ്ഥാപനങ്ങളാണ്. നമ്മൾ കേരളത്തിൽ ആദ്യമുണ്ടായ അറബി കോളേജുകൾ അത് സ്ഥാപിക്കപ്പെട്ട പ്രദേശങ്ങളിലുണ്ടാക്കിയ മാറ്റങ്ങൾ പരിശോധിച്ചാൽ അത്തരം സ്ഥാപനങ്ങൾ നിർവഹിച്ച ദൗത്യം എന്ത് എന്ന് വളരെ എളുപ്പം നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മളൊക്കെ ജീവിക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ നാടിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത എത്ര മുസ്ലിം സ്ത്രീകളുണ്ട് എന്ന് നിങ്ങളുടെ ഓർമ്മ വെച്ച്, നിങ്ങളുടെ നാട് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം ഈ നവോത്ഥാന പ്രസ്ഥാനം അറബി കോളേജുകൾക്ക് തുടക്കം കുറിച്ച പുളിക്കൽ, അരീക്കോട്, എടവണ്ണ തുടങ്ങിയ പ്രദേശങ്ങളുടെ അത്തരമൊരു കണക്കെടുപ്പ് കൂടി നടത്തിയാൽ എന്താണ് അറബി കോളേജുകൾ വരുത്തിയ മാറ്റം എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ അറബി കോളേജ് എന്ന് ചില ആളുകളൊക്കെ ഇന്ന് വളരെ പുച്ഛത്തോടു കൂടി പറയാറുണ്ട്. എന്താണിവിടെ ഇസ്ലാഹി പ്രസ്ഥാനമുണ്ടാക്കിയ മാറ്റം? അത് കുറേ അറബി കോളേജുകൾ ഉണ്ടാക്കി, കുറച്ച് അറബി പഠിപ്പിക്കുന്ന അധ്യാപകരെ പടച്ചുണ്ടാക്കി എന്നതിനപ്പുറത്ത് മറ്റൊന്നും ഈ നവോത്ഥാന പ്രവർത്തകർ ചെയ്തിട്ടില്ല എന്ന് പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന ആളുകൾ ഈ പ്രദേശങ്ങളുടെ ചരിത്രം അറിയാത്ത ആളുകളാണ്. അവിടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഇത്തരം കോളേജുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇനി ഏതൊരു നാട്ടിലും, കേരളത്തിലെ ഏത് ഗ്രാമത്തിലും
അവിടെ നവോത്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഏതെങ്കിലും അറബി കോളേജുകളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ, ആ നാട്ടിൽ ഒരുപക്ഷെ ഒരു അറബി അധ്യാപകനായി വന്നെത്തിയ ഒരാൾ മുഖേനയായിരിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഏത് തരത്തിലായാലും നമ്മുടെ നാട്ടിലുണ്ടായ, മുസ്ലിം സമൂഹത്തിലുണ്ടായ നവോത്ഥാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അറബി കോളേജുകളും അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയവരുമാണ് എന്നതാണ്. ആ നവോത്ഥാനം, എനിക്കൊന്നാമതായി പറയാനുള്ളത് അതാണ്. ആ നവോത്ഥാനം ഏതെങ്കിലും ഒരു കാലത്തേക്ക് മാത്രം പരിമിതമായതല്ല, അത് ഒരു തുടർ പ്രക്രിയയാണ്. ഇനിയും നവോത്ഥാനം അനിവാര്യമാണ്. ഈ നാട്ടിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഓരോ കാലഘട്ടവും നേരിടുന്ന പുതിയ പുതിയ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ നേരിടുവാൻ പ്രാപ്തരായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് അറബി കോളേജുകൾ ഏറ്റവും പ്രധാനമായി നിർവഹിക്കുന്നത്. നമ്മൾ ആ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടവരാണ്. ചിലപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്തിനാണ് ഈ സംഘടനകൾ എന്നൊക്കെ പറയുന്നത്? എന്തിനാ ഇപ്പോൾ KNM, അല്ലെങ്കിൽ എന്തിനാണ് KJU, എന്തിനാണ് MSM, എന്തിനാണ് ISM? സംഘടനകളൊന്നും വേണ്ടതില്ല. മുസ്ലിം സമുദായം അതിൻ്റെ എല്ലാ സംഘടനാ താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നാൽ മതിയാകുമല്ലോ എന്ന് ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നുകൊണ്ട്, അഥവാ മുസ്ലിം സമൂഹത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ അത് ചോദിക്കാം നമുക്ക്. പക്ഷേ നമ്മൾ അറിയേണ്ടത്, ഈ ഒരവസ്ഥയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയത്, ഈ മുസ്ലിം സമുദായത്തെ കൈപിടിച്ചുയർത്തിയത് സംഘടനയും ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പണ്ഡിതന്മാരും അതിൻ്റെ നേതാക്കളുമാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അത് കൃത്യമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളൊന്ന് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയുമായി കേരളത്തെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ അറബി കോളേജുകളിൽ പഠിക്കുന്നവരാണല്ലോ. ഇന്ത്യ രാജ്യത്ത്, ലോകത്ത് ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് സംഭാവന നൽകിയ ഒരു 10 പണ്ഡിതന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ, തഫ്സീറുകൾ രചിച്ച, ഹദീസ് കിതാബുകൾക്ക് ശറഹ് എഴുതിയ, ഇനി അതല്ലെങ്കിൽ ഉലൂമുൽ ഹദീസിലോ ഇൽമു തഫ്സീറിലോ ഒക്കെ ഉന്നതമായ സംഭാവനകൾ നൽകിയ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലോകത്തറിയപ്പെടുന്ന 10 പണ്ഡിതന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ, പേരെഴുതാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഒരാളും ഉണ്ടാവില്ല. എന്നാൽ ഈ കേരളത്തിലാണ് ഏറ്റവും അഭിമാനത്തോടുകൂടി മുസ്ലിം സമൂഹത്തിന് ജീവിക്കാൻ സാധിക്കുന്നത്. ഇന്നും നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, ഉത്തരേന്ത്യയിൽ റിക്ഷ വലിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ, ഭൗതിക ജീവിതത്തിൻ്റെ, സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിട്ടും അവിടുത്തെ മുസ്ലിം സമൂഹത്തിന്, പണ്ഡിതന്മാരുണ്ടായി എന്ന് മാത്രമല്ല, ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. മുഗളന്മാരും അതേപോലെ ഗോറിമാരും ഗസ്നിമാരും ഷാമാരും, ഇങ്ങ് ഹൈദരാബാദിൽ നൈസാമുമാരും കർണാടകയിൽ ഹൈദരലിയും ടിപ്പു സുൽത്താനും ഒക്കെ ഭരണാധികാരികളായി ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ അതിന് പറയാനുള്ളൂ: ഈ സംഘടനയും സംഘടിതമായ പ്രവർത്തനവും ഉത്തരേന്ത്യയിൽ ഉണ്ടായില്ല എന്നതാണ്. അത്തരമൊരു മാറ്റം അവിടെ ഉണ്ടായില്ല. അതിൻ്റെ കുഴപ്പമാണ്, അതിൻ്റെ പോരായ്മയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്നർത്ഥം. ഈ ദൗത്യം നിർവഹിച്ചത് അറബി കോളേജുകളാണ്. 1960കളിൽ നമുക്കറിയാം, പുളിക്കൽ അറബി കോളേജ്, മദീനത്തുൽ ഉലൂം അറബി കോളേജ് സ്ഥാപിക്കുന്നത് MCC ആണ്. MCC 1960കളുടെ തുടക്കത്തിൽ, അന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്ക് എഴുതിയ ഒരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, അന്ന് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, TP കുട്ടിയാമു സാഹിബിനെ കൊണ്ടാണ് ആ കത്തെഴുതിക്കുന്നത്. ആ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ കയ്യിൽ, മദീനത്തുൽ ഉലൂമിൻ്റെ കയ്യിൽ 100 ഏക്കർ ഭൂമിയുണ്ട്, അത് ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. ഞങ്ങൾക്ക് ആവശ്യം അലിഗഡ് യൂണിവേഴ്സിറ്റി പോലെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കണമെന്നാണ്. ഇന്ന് മദീനത്തുൽ ഉലൂം എന്നത് നേരെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയ നോളജ് സിറ്റിയാണ് എന്ന് നമുക്കറിയാം. നോളജ് സിറ്റിയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ പാടിപ്പുകഴ്ത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം.
ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കത്തെഴുതുകയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കണം, എന്തൊക്കെയാണ് അതിന് നിങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ? അവരിൽ നിന്ന് മറുപടി ലഭിച്ചു. ആ മറുപടി അദ്ദേഹം സീതി സാഹിബുമായി ചർച്ച ചെയ്യുകയാണ്. കാരണം ഭൂമി അവരുടെ കയ്യിലുണ്ട്, പണം അവരുടെ കയ്യിലുണ്ട്. ഈ ചർച്ചക്കിടയിലാണ് 3 പേർ ആ 1960കളുടെ തുടക്കത്തിൽ മരണപ്പെടുന്നത്. MCC മരണപ്പെട്ടു, KM മൗലവി മരണപ്പെട്ടു, സീതി സാഹിബ് മരണപ്പെട്ടു. അതോടുകൂടി അതവിടെ അവസാനിക്കണം. ഞാൻ പറയുന്നത് അന്നത്തെ നമ്മളുടെ നേതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ്. അപ്പൊ അറബിക് കോളേജുകൾ എന്ന് പറയുന്നത് മറ്റ് സ്ഥാപനങ്ങളിലൊന്നും അഡ്മിഷൻ ലഭിക്കാത്ത കുറേ ആളുകൾക്ക് എത്തിച്ചേരാനുള്ള ഒരു കേന്ദ്രമാണ് എന്ന ധാരണ ചിലപ്പോഴൊക്കെ അറബിക് കോളേജിൽ പഠിക്കുന്ന ആളുകൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റത്തെ ഉൾക്കൊള്ളുവാനും അത് സമൂഹത്തിൽ പ്രകടമാക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന്. അറബിക് കോളേജുകൾ എന്താണ് നമുക്ക് നൽകേണ്ടത്? നമ്മളിവിടെ പഠിക്കുന്ന ആളുകളാണല്ലോ. ഞാനൊരു അറബിക് കോളേജിൽ പഠിച്ച ആളാണ്. ഒറ്റ വാക്കിൽ ഞാൻ പറയും, എന്നെ ഞാനാക്കിയതിൽ, അത് ഈ ഒരു ആദർശ പ്രബോധകനായി എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കുവാൻ, അതല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എന്തൊക്കെ ശരിയായി നന്മയായി എൻ്റെ കയ്യിലുണ്ടോ ആ നന്മകൾ മുഴുവൻ അറബിക് കോളേജിൻ്റെ സംഭാവനയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ എനിക്ക് കഴിയും. നമുക്കുണ്ടാകേണ്ടത് അതാണ്. ഒന്നാമതായി അറബിക് കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകേണ്ടത് എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മനസമാധാനമാണ്. അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന മനസമാധാനം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളതും അതാണ്. വ്യക്തിജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും അതേപോലെ സാമൂഹ്യ ജീവിതത്തിലായാലും ഒക്കെ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ട ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. നേരത്തെ ഇവിടെ അംജദ് സാർ സൂചിപ്പിക്കുകയുണ്ടായി സാമൂഹികമായി നമ്മൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ച്. ഗസയും അതേപോലെ ഉള്ള പ്രദേശങ്ങളുമൊക്കെ ഇന്ന് നമുക്ക് നമ്മളുടെ വാർത്തകളിൽ കാണുന്ന, അതല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിൽ വന്നെത്തുന്ന വർത്തമാനങ്ങളോ വാർത്തകളോ ആണെങ്കിൽ ഒരുപക്ഷെ അധികം വൈകാതെ അത് നമ്മളുടെയൊക്കെ അനുഭവമായി മാറുന്ന ഒരു കാലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് കൂടി നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ആ തരത്തിൽ സമൂഹത്തെ വർഗീയമായി ധ്രുവീകരിക്കുവാനുള്ള, ഫാസിസ്റ്റ് വൽക്കരിക്കുവാനുള്ള, വർഗീയവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മെ നിലനിർത്തുവാൻ, ഒരു കാറ്റിലും ഉലഞ്ഞു പോകാതെ, ഒരു വെയിലിലും ഉരുകിപ്പോകാതെ, ഒരു തീയിലും ഉരുകിപ്പോകാതെ നമ്മെ നിലനിൽക്കുവാൻ സഹായിക്കുന്നത് ഈ അറബിക് കോളേജുകളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന വിശ്വാസമായിരിക്കണം. നോക്കൂ, നമ്മൾ ആത്മഹത്യകളെക്കുറിച്ച് എത്രയേറെയാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി 1 or 2 കുട്ടികളായതിനു ശേഷവും ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ നോക്കൂ, അങ്ങനെ ഒരു വാർത്ത ഇന്ന് നമ്മളുടെ ആരുടെയെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തി എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പരിസര പ്രദേശത്ത് ഒരു സ്ത്രീ അവളുടെ 2 കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത നമ്മളുടെ ആരുടെയെങ്കിലും മൊബൈലിലേക്ക് എത്തിയാൽ അത് നമ്മളുടെ മനസ്സിനെ എത്രയാണ് സ്വാധീനിക്കുക? നോക്കൂ, നമുക്ക് പരിചയമുള്ളയാളാണെങ്കിൽ ഒന്നുകിൽ പടച്ചോനെ അവൾ മരിച്ചോ എന്ന ഒരു ചോദ്യത്തിനപ്പുറത്ത് ഒരു ഞെട്ടലായി, ഒരു വേദനയായി, ഒരു നൊമ്പരമായി നമ്മളുടെ മനസ്സിലേക്ക് അത് കടന്നു വരാത്തത്ര തരത്തിൽ ആ വാർത്തകൾ അധികരിച്ചിരിക്കുന്നു. നമ്മളൊരു ചോദ്യം പരസ്പരം ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സ്ത്രീ, പെൺകുട്ടികൾ കൂടിയുള്ള സദസ്സാണല്ലോ ഇത്, വൈവാഹിക ജീവിതത്തെക്കുറിച്ച്, കുടുംബ ജീവിതത്തെക്കുറിച്ചൊക്കെ ധാരണകളുള്ളവരാണ് നമ്മളൊക്കെ. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ ആ കുഞ്ഞിനോട് ആ സ്ത്രീക്കുള്ള അടുപ്പത്തെക്കുറിച്ച് പറയേണ്ടതില്ല, പഠിപ്പിക്കേണ്ടതില്ല, പറഞ്ഞു തരേണ്ടതില്ല. അങ്ങനെ താൻ ഏറെ സ്നേഹിക്കുകയും ഏറെ പ്രതീക്ഷകളോടുകൂടി പ്രസവിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്ത ഒരു കുഞ്ഞിന്
ഒരു സ്ത്രീ വിഷം കൊടുക്കുകയും ആ കുഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമിലോ അതല്ലെങ്കിൽ ബിരിയാണിയിലോ മറ്റേതെങ്കിലും ഭക്ഷണത്തിലോ വിഷം കലർത്തി കൊല്ലുകയും ചെയ്യണമെങ്കിൽ എന്തുമാത്രം സംഘർഷത്തിലൂടെ ആയിരിക്കാം ആ സ്ത്രീ കടന്നുപോയിട്ടുണ്ടാവുക. എന്തുമാത്രം സംഘർഷം. ഇവിടെയാണ് ഇത്തരം പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള മനക്കരുത്താണ് അറബിക് കോളേജുകൾ നമുക്ക് നൽകുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന. അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിലുണ്ടാകേണ്ട ആത്യന്തികമായ ബോധം അതാണ്. ജീവിതത്തിൽ ഒരു പ്രയാസവും അവനെ തളർത്തുകയില്ല, അവളെ തളർത്തുകയില്ല. ഒരു പ്രതിസന്ധിയിലും അവർ തകർന്നു പോവുകയില്ല. ആത്മഹത്യയുടെ, ഒറ്റപ്പെടലിൻ്റെ, നാടുവിടലിൻ്റെ, മറ്റെന്തെങ്കിലും ഈ ഒഴിഞ്ഞുമാറലുകളുടെ ഒരു പ്രവർത്തനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് എന്താണ്? ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. എന്താണോ സർവ്വലോക രക്ഷിതാവായ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്നത് അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന ആ അചഞ്ചലമായ വിശ്വാസമുണ്ടല്ലോ, അതാണ് ഒന്നാമതായി അറബിക് കോളേജുകൾ നമുക്ക് പകർന്നു നൽകേണ്ടത്. ഇവിടെ നിന്ന് ഈ ക്യാമ്പസിനുള്ളിലേക്ക് കടന്നു വരുന്നതോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ബോധം അതാണ്. ഒന്ന്, നമുക്ക് സ്വയം അതുണ്ടാകണം. രണ്ടാമത്തേത്, പരസ്പരം അത് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. കാരണം നമ്മളിവിടുന്ന് പഠിക്കുന്ന ഒരു പാഠം അതാണല്ലോ. നമ്മളുടെ ഈ സമൂഹം എന്ന് പറയുന്നത് ഒരു കെട്ടിടം പോലെയാണ്, ഒരു ശരീരം പോലെയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പഠിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകൂ. ഈ കുഞ്ഞിന് വിഷം കൊടുത്ത് ഇനി അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, നമ്മളുടെ ഒരു കൂട്ടുകാരൻ, ചെറുപ്പക്കാർ വരെ ആത്മഹത്യ ചെയ്യുന്നുവല്ലോ. ഈ സംഘർഷമുള്ള സമയത്ത് അവൻ്റെ മനസ്സിലെ വിഷമം അവന് മറ്റൊരാളോട് തുറന്നു പറയാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എന്താണവന്? എന്നോടൊപ്പം എൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന, വൈകുന്നേരം തട്ടുകടകളിൽ പോയി എന്നോടൊപ്പം ചായ കുടിക്കുന്ന, ഇന്ന് രാത്രിയും എന്നോടൊപ്പം എൻ്റെ മൊബൈലിൽ കുറേ നേരം വാട്സപ്പിൽ ചാറ്റ് ചെയ്യുകയും മറ്റ് പലതും പറയുകയും ചെയ്ത എൻ്റെ കൂട്ടുകാരൻ നാളെ രാവിലെ അവൻ ആത്മഹത്യ ചെയ്യുകയും അവൻ്റെ മൃതശരീരം ഞാൻ കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ. ഇന്നലെ രാത്രിയിൽ ഏറെ വൈകി നടന്ന സംസാരത്തിനിടയിൽ പോലും അവൻ്റെ ഉള്ളിലുള്ള സങ്കടം അവൻ എന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ, ചങ്കാണ് ഞാൻ, അവൻ്റെ അടുത്ത കൂട്ടുകാരനാണ് ഞാൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പം നമുക്ക് സ്വയം മനസമാധാനം ഉണ്ടാകണം. രണ്ട്, ആ മനസമാധാനം നമുക്ക് പകർന്നു നൽകാൻ കഴിയണം. അറബിക് കോളേജുകൾ നമുക്ക് നൽകേണ്ടത് അതാണ്. അതുണ്ടാകുമ്പോൾ ആത്മീയ ചൂഷണങ്ങളുടെയോ സാമ്പത്തിക ചൂഷണങ്ങളുടെയോ പിന്നാലെ ഒരിക്കലും നമ്മൾ പോകേണ്ടി വരില്ല. നിങ്ങൾ നോക്കൂ, ഏതൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനസ് മൗലവി ഇവിടെ ഉള്ള ഒരു സദസ്സിൽ, അത് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ബഹൗദ്ദീൻ നദവിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ 90 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ പറയുമ്പോൾ അത് സ്വീകരിക്കുവാനും അതിന് തക്ബീർ ചെല്ലുവാനും അതിട്ട വെള്ളം കുടിക്കുവാനും മത്സരിക്കുന്ന ഒരു സമൂഹമുള്ളിടത്താണ്. അബൂജഹൽ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് അബൂജഹലിൻ്റെ അടുത്ത് ചെന്ന്, ആരാണ് അബൂജഹലെ ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ഏത് പാതിരാത്രി ഏതുറക്കത്തിൽ അബൂജഹലിനെ ഒന്ന് തട്ടിവിളിച്ച് ചോദിച്ചാലും അബൂജഹൽ പറയുമായിരുന്നു, അത് അള്ളയാണ്. എന്നാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുതൽ നൗഷാദ് ഹസ്സനി വരെയുള്ള ആളുകളെ ഇന്ന് ഉറക്കത്തിലല്ല ഉണർവിൽ തന്നെ ഒരു പൊതുയോഗത്തിൽ വെച്ച് ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ അവർ പറയും അത് CM മടവൂരാണ് എന്ന്. ഈ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നവോത്ഥാന പ്രക്രിയ എന്ന് പറയുന്നത്
മൗലവിയും വക്കം മൗലവിയും സീതി സാഹിബും ഈമൊയ്ത് മൗലവിയൊക്കെ നടത്തി അവസാനിപ്പിക്കേണ്ട, അതിൽ ഊറ്റം കൊണ്ടുകൊണ്ട് ആ ചരിത്രം മാത്രം പറയേണ്ട ആളുകളല്ല നമ്മൾ. മറിച്ച് അവർ കത്തിച്ചു വെച്ച ആ കൈത്തിരി ഏറ്റെടുക്കുകയും ആ വെളിച്ചവുമായി കൂടുതൽ ഇരുട്ട് പരന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ധൈര്യപൂർവം ഇറങ്ങിച്ചെല്ലുകയും ചെയ്യേണ്ട ആളുകളാണ്. അത് ഈ ഒരു വിശ്വാസത്തിൽ നിന്നാണ് നമുക്ക് മനസ്സമാധാനം നൽകുന്ന, നമുക്ക് ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്ന ഈ ഒരു വിശ്വാസത്തിൽ നിന്നാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, അറബിക് കോളേജുകൾ നമുക്ക് സംഭാവന നൽകേണ്ട, നമുക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിലപാടുകൾ സ്വീകരിക്കുവാനുള്ള ശക്തിയാണ്. ഇതിന് പുറത്തുള്ള ആളുകൾക്ക് ഏത് വിഷയത്തിലും എന്ത് നിലപാടുകളും പറയാം. സാഹചര്യങ്ങൾക്കനുസരിച്ച്, സമൂഹത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച്, ഭൂരിപക്ഷം പറയുന്നതിനനുസരിച്ച്, ജനങ്ങളുടെ താല്പര്യമനുസരിച്ച്, ഭരണാധികാരികളുടെ താല്പര്യമനുസരിച്ച്, അങ്ങനെ പലരുടെയും പലതിൻ്റെയും താല്പര്യങ്ങൾ അനുസരിച്ച് പലർക്കും നിലപാട് പറയാം. പക്ഷേ അറബിക് കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. ഏത് വിഷയത്തിലായാലും അത് വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതനുസരിച്ച് നിലപാടുകൾ പറഞ്ഞ സലഫുകളുടെയും നിലപാടാണ്. വിശ്വാസകാര്യങ്ങളിലായാലും, കർമ്മകാര്യങ്ങളിലായാലും, സാമ്പത്തിക വിഷയങ്ങളിലായാലും, സാമൂഹ്യ വിഷയങ്ങളിലായാലും, രാഷ്ട്രീയ കാര്യങ്ങളിലായാലും എല്ലാ മേഖലകളിലും ഒരൊറ്റ നിലപാട് മാത്രമാണുള്ളത്. ആ നിലപാടുകൾ നമ്മളുടെ മനസ്സിലുണ്ടാകുമ്പോൾ, ഈ സ്രോതസ്, ഈ അടിത്തറ നമ്മളുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. നമുക്കറിയാൻ, നോക്കൂ, മുസ്ലിം സമുദായത്തിലെ പ്രത്യേകിച്ച് അറബിക് കോളേജുകളുടെയും മതപഠനത്തിൻ്റെയും എന്തെങ്കിലും ഒരു പാരമ്പര്യമുള്ള ആളുകളെ വേട്ടയാടാനാണ് പുറത്ത് കഴുകന്മാർ കാത്തിരിക്കുന്നത്. ലിബറലിസ്റ്റുകൾക്ക് വേണ്ടത് നമ്മയാണ്, മതനിരാസത്തിൻ്റെ വക്താക്കൾക്ക് വേണ്ടത് നമ്മയാണ്, സൂഫികൾക്ക് വേണ്ടത് നമ്മയാണ്, ഷിയാക്കൾക്ക് വേണ്ടത് നമ്മയാണ്. ഈ സമൂഹത്തിൽ എന്തൊക്കെ ജീർണതകളുണ്ടോ, മതവിരുദ്ധതകളുണ്ടോ, അത് പരസ്യമായ മതവിരുദ്ധതയായാലും മതത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ മതവിരുദ്ധതയായാലും അവർക്കൊക്കെ ആവശ്യം നമ്മയാണ്. നമ്മൾ അവരിലേക്ക് ചെല്ലുമ്പോൾ ഇരു കൈകളും നീട്ടി നമ്മെ സ്വീകരിക്കുവാനും നമ്മെ ഉയർത്തിക്കാട്ടുവാനും ഒരു അറബിക് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കുട്ടി മതത്തെ നിഷേധിച്ചുകൊണ്ട്, ഖുർആനിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ അവനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ, അവളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ ആ ഒരു പെൺകുട്ടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഇസ്ലാമിനെക്കുറിച്ച്, ഇസ്ലാമിലെ കുടുംബജീവിതത്തെക്കുറിച്ച്, പ്രവാചകന്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, പ്രവാചകന്റെ ഭാര്യമാരെക്കുറിച്ച്, ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച്, ഖദീജ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അപമാനിച്ചും അവമതിച്ചും സംസാരിക്കുകയാണെങ്കിൽ അതിന് വലിയ പബ്ലിസിറ്റിയും പ്രാധാന്യവും നൽകാൻ ആളുകൾ കാത്തിരിക്കുന്നു. കാരണം അതൊരു ലോക നിയമമാണ്. വേട്ടക്കാരൻ ഒരിക്കലും ന്യൂനതയുള്ള, പോരായ്മയുള്ള ഒരു മൃഗത്തെ വേട്ടയാടാൻ ശ്രമിക്കാറില്ല. അവനാവശ്യം ആരോഗ്യമുള്ളതിനെയാണ്. ഒരിക്കലും ഒരു ഉപഭോക്താവ് കടയിൽ ചെന്ന് കെട്ട പഴങ്ങൾ തിരഞ്ഞെടുക്കാറില്ല. നല്ലതാണ് ആവശ്യം. ഇവിടെ ഈ വേട്ടക്കാർ മുഴുവൻ കാത്തിരിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും മികച്ച മതപരമായ ഏറ്റവും നല്ല ബോധമുള്ള അറബിക് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളെയാണ്. അപ്പോൾ ഈ ഒരു നിലപാട് നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ആര് വന്നാലും മുമ്പ് എ പി അബ്ദുൽ ഖാദർ മൗലവി പറയാറുള്ള ഒരു കഥയുണ്ട്. ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയാറുള്ളത്, അറബിക് കോളേജുകളിൽ നിന്ന് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത് സ്കെയിലാണ് എന്നാണ്. അളവുകോലാണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്, അല്ലാതെ തുണി മുറിച്ച് നൽകുകയല്ല. ഈ അളവുകൾ നമ്മളുടെ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള തുണി എവിടെ നിന്നും മുറിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ആർക്കും നമ്മെ ചതിക്കാൻ കഴിയില്ല. ഒരു 2 മീറ്റർ സ്കെയിൽ നമ്മളുടെ കയ്യിലുണ്ട്. നമുക്ക് ആവശ്യം ഒരാൾ വന്നിട്ട് പറയുന്നു, ഒരു കഷണം തുണി തന്നിട്ട് നമ്മളോട് പറയുന്നു, ഇത് 2 മീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് 2 മീറ്റർ ആണോ അല്ലേ എന്ന് അളന്നു നോക്കാനുള്ള ഒരു സ്കെയിൽ നമ്മളുടെ കയ്യിലുള്ള കാലത്തോളം ഒരാൾക്കും നമ്മെ ചതിക്കാൻ കഴിയില്ല. ഇതുപോലെ ഈ ഒരു ഖുർആനും സുന്നത്തും എന്ന സ്കെയിൽ നമ്മളുടെ കയ്യിലുണ്ട്.
ആര് വന്നാലും മതനിരാസത്തിന്റെ വക്താക്കൾ വന്നാലും മതവിരുദ്ധതയുടെ വക്താക്കൾ വന്നാലും നേരത്തെ പറഞ്ഞതുപോലെ ഏത് വിശ്വാസത്തിന്റെ ആളുകൾ വന്നാലും, ഇനിയിപ്പോ അതല്ല, ജിന്നിനോട് ഒരാൾ പുഴയിൽ വീണ് ഒഴുകിപ്പോകുമ്പോൾ അവിടെ ഒരു ജിന്നുണ്ടെന്ന് കരുതി അതിനോട് സഹായം തേടുന്നത്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടിട്ട് അവിടെ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് തേടിയെന്നത് ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ ഇതിങ്ങനെ ഈ ശിർക്ക് ഉരുട്ടി പൊതിഞ്ഞ് കയ്യിലേക്ക് കൊണ്ടുവരുന്ന തരുമ്പോഴും ഈ സ്കെയിൽ ഉപയോഗിച്ച്, ഈ മാനദണ്ഡം ഉപയോഗിച്ച് നമ്മളുടെ നിലപാട് നമുക്ക് പറയാൻ കഴിയും. ആ നിലപാട് മനസ്സിൽ ഉറപ്പിക്കുക എന്നതാണ് അറബിക് കോളേജുകളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇത് രണ്ടും ഉണ്ടായാൽ പരലോകത്ത് നാം പരാജയപ്പെട്ടു പോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം അത് ഭൗതികമാണ്, അതോടൊപ്പം പ്രധാനപ്പെട്ടതുമാണ്. അത് അറബിക് കോളേജിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതുകൂടിയാണ്. എന്തിനാണ് അറബിക് കോളേജുകൾ ഉണ്ടാക്കിയത്? അറബിക് കോളേജുകൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണം, എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ പുരോഹിതന്മാർ ദീന് പറയാതിരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. എന്തുകൊണ്ടാണ്? നോക്കൂ, ഇന്ന് നമ്മൾ തൗഹീദ് പറയുന്നത്, ഈ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉദ്ധരിച്ചു കൊണ്ടാണല്ലോ. പുതിയ എന്തെങ്കിലും ഒരു ആദർശം നമ്മൾ ഈ സമൂഹത്തോട് പറയുന്നില്ല. ഈ ഖബറുകൾ കെട്ടിപ്പൊക്കി ജാറങ്ങൾ ഉണ്ടാക്കി നേർച്ചകളും ഉറൂസുകളും ഉത്സവങ്ങളും പൂരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് പുതിയ ഏതെങ്കിലും ഒരു കിതാബോ പുതിയ ഏതെങ്കിലും ഒരു വസ്തുതയോ അല്ല നമ്മൾ പറയുന്നത്. മറിച്ച് വിശുദ്ധ ഖുർആനിലുള്ളതാണ്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്, പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. എന്തേ ഇതൊന്നും അക്കാലത്തെ പല പണ്ഡിതന്മാരും പറഞ്ഞില്ല? എന്തുകൊണ്ട്? ആ പണ്ഡിതന്മാർക്ക് സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കാതെ പോവുകയും, ഇതൊക്കെയാണ് ശരി, ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് ഒന്നുകിൽ മൗനം പാലിക്കുന്ന അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജീവിക്കാൻ വേറെ ഗതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ്. പ്രമാണിമാരുടെ ഔദാര്യം പറ്റി ജീവിച്ചവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ആ പ്രമാണിമാർ എന്ത് പറയുന്നുവോ അതിനായിരുന്നു അവർ തെളിവുകൾ ഉണ്ടാക്കേണ്ടി വന്നിരുന്നത്. ആ പ്രമാണിമാരും ആ പ്രമാണിമാരെ പിൻപറ്റി ജീവിക്കുന്ന സമൂഹവും എന്തൊക്കെയാണോ ആചാരങ്ങളായി അനുഷ്ഠാനങ്ങളായി കൊണ്ടു നടന്നിരുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവിടെയാണ് നവോത്ഥാന നായകന്മാരായ പണ്ഡിതന്മാർ ചിന്തിച്ചത്, ഇങ്ങനെ എന്നും ഈ സമൂഹത്തിൻ്റെ പണം പറ്റി ജീവിക്കുന്ന, സമൂഹത്തിൻ്റെ ഓശാന പാടേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ പണ്ഡിതന്മാർക്കുണ്ടാകാൻ പാടില്ല. അതിനെന്ത് വേണം? ജോലി ഉണ്ടാകണം. ആ ജോലിക്ക് ശമ്പളം ഉണ്ടാകണം. അത് കഴിയുന്നതും സർക്കാർ ശമ്പളമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ധൈര്യപൂർവ്വം ആരുടെയും മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൗഹീദ് പറയാം, ഞാൻ നിങ്ങളുടെ ചെലവിലല്ല, ഞാൻ ജീവിക്കുന്നത് എൻ്റെ ശമ്പളം കൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തുറന്നു പറയാനുള്ള കെൽപ്പും നട്ടല്ലും ദൃഢതയും പണ്ഡിതന്മാർക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അറബിക് കോളേജുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഉൽപ്പന്നങ്ങളായി അറബിക് കോളേജുകളുടെ പ്രൊഡക്റ്റുകൾ എന്ന നിലയിൽ കേരളത്തിലെ സ്കൂളുകളിൽ അറബിക് അധ്യാപകന്മാരുണ്ടാവുകയും ചെയ്യുന്നത്. അതൊരു വലിയ ചരിത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ അറബി അധ്യാപകന്മാരാണ് കേരളത്തിലെ പല പ്രദേശങ്ങളിലും മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മാറ്റങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ മൂന്നാമത്തെ ഈ കാര്യം, നമുക്ക് ഭൗതികമായി നേട്ടമുണ്ടാകണം. അതിന് എവിടേക്കൊക്കെ നമുക്കെത്താൻ കഴിയുമോ? ഒരു കാലത്ത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം എന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പോലും അറബിക് കോളേജുകൾ എന്ന് പറയുന്നതിൻ്റെ പരിധി ഉണ്ടായിരുന്നു ഒരുപാട്. അറബിക് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിക്ക് പോകാനുള്ള, പറന്നെത്താൻ കഴിയുന്ന, നടന്നെത്താൻ കഴിയുന്ന മേഖലകൾക്ക് പരിധി ഉണ്ടായിരുന്നു. ഇന്ന് അത്തരം ഒരു പരിധിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏത് മേഖലയിലേക്കും വളരെ സജീവമായ ഇടപെടലുകളുമായി കടന്നു ചെല്ലുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് പള്ളി, മദ്രസ എന്നതൊക്കെ നിർവഹിക്കുമ്പോഴും
നല്ല ഒരു ഖതീബായി, നല്ല ഒരു അധ്യാപകനായി, അധ്യാപികയായി മാറുമ്പോഴും മറ്റ് മേഖലകളിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മളുടെ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൂടി നമുക്ക് മുതലെടുക്കാൻ കഴിയണം. ബുസ്താനുൽ ഉലൂമിൽ നിന്നാണ് പുറത്തിറങ്ങിയത്. പക്ഷേ അത് കേവലം ഒരു മദ്രസാധ്യാപകനായി, മദ്രസാധ്യാപികയായി, അതല്ലെങ്കിൽ ഒരു LP സ്കൂളിലെയോ UP സ്കൂളിലെയോ അധ്യാപകനെയോ അധ്യാപികയോ ആയി അല്ല, മറിച്ച് മറ്റൊട്ടേറെ മേഖലകളിൽ അവരുണ്ട് എന്ന് വരുന്ന സമൂഹത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോഴും ഈ ആദർശത്തിനു വേണ്ടി, ഞാൻ ആദ്യം പറഞ്ഞ ആ ആദർശത്തിനു വേണ്ടി രണ്ടാമത് പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് കഴിയണം. ചിലപ്പോഴൊക്കെ ചില ആളുകൾ ചില സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറക്കിയ വിദ്യാർത്ഥികളെ ഉദാഹരിക്കാറുണ്ട് നമ്മളുടെ ചില യോഗങ്ങളിൽ. എന്താ നമ്മുടെ കോളേജുകളിൽ നിന്ന് അങ്ങനെ ആളുകൾ ഇറങ്ങാത്തത്? അവരവിടെയുണ്ട്, ആ കമ്പനിയിലുണ്ട്, ഈ കമ്പനിയിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അത്തരം ആളുകളോട് ചോദിക്കാറുണ്ട്, ഈ സ്ഥാപനം ഉണ്ടാക്കിയത് അതിനാണോ? ഈ സമുദായത്തിലെ ഉമറാക്കൾ വഖഫ് നൽകി, സമ്പത്ത് നൽകി, സക്കാത്ത് നൽകി, സ്വതക്ക നൽകി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അവിടത്തേക്ക് വരുമാനം നൽകുകയും ഒക്കെ ചെയ്തത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ MD ആയി അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിയെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല, മറിച്ച് ഈ ദീനിന് ഉപകാരപ്പെടണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ അതിനു വേണ്ടിയാണ്. മറ്റേത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾ ഏത് കമ്പനിയിലെത്തിയാലും, നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിലെത്തിയാലും, നിങ്ങൾ ഏത് ജീവിത മേഖലയിലെത്തിയാലും ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം ജീവിതത്തിലെങ്കിലും, സ്വന്തം കുടുംബത്തിലെങ്കിലും നന്മയുടെ വിളക്കുകളാകാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഈ ചില തിന്മകളൊക്കെ നിയമമായി മാറിയാൽ അതൊക്കെ മനുഷ്യാവകാശങ്ങളായി മാറും. ഇപ്പൊ സ്വവർഗരതി മനുഷ്യാവകാശമായി മാറിയാൽ നമ്മളുടെ പള്ളികളിൽ, നമ്മളുടെ മിമ്പറുകളിൽ വെച്ച് നമുക്ക് ആളുകളോട് അതിനെതിരെ സംസാരിക്കാൻ കഴിയില്ല. കാരണം അവിടെ വരുന്ന ആരെങ്കിലും ഇതാ മനുഷ്യാവകാശത്തിനെതിരെ ഇയാൾ സംസാരിച്ചു എന്ന് പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പേ പരാതി നൽകിയാൽ ഏറ്റവും ചുരുങ്ങിയത് കുറെ കാലം അതിൻ്റെ പിന്നാലെ കേസും ഗുലുമാലുമായി നമ്മൾ നടക്കേണ്ടി വരും. ഇനി അധ്യാപകരായി നിങ്ങൾ മാറിയെന്ന് വിചാരിക്കുക. ഞാൻ 30 കൊല്ലമായി അധ്യാപന മേഖലയിലുള്ള ഒരാളാണ്. കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളോട് മക്കനെ ധരിക്കണം, അതേപോലെ ഫുൾ കൈ ഷർട്ട് ഇടണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ, എന്തേ ഇപ്പം നിങ്ങളത് പറയാത്തത്? ഞാൻ ചോദിച്ചു, നിങ്ങളിത് ചോദിക്കാൻ കാരണം എന്താ? എൻ്റെ മകളവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, അവളുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഒരു ഫോട്ടോ ഇട്ട് തന്നു. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ മഫ്തയൊക്കെ ഇട്ടിട്ടാണ് പോകാറുള്ളത്, പക്ഷെ അവിടെ എത്തിയപ്പോൾ മഫ്ത അവളുടെ തോളിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ അനീഫാഷൊന്നും പറയാറില്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ പറയാത്തത്? ഞാൻ പറഞ്ഞു, കാലം മാറി. ഇപ്പം ഞാനത് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ സർക്കാർ ശമ്പളം തന്ന് നിശ്ചയിച്ചത് മക്കനെ ഇടുന്നത് പഠിപ്പിക്കാനല്ല, അറബി പഠിപ്പിക്കാനാണ് എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. നിങ്ങൾ അത് പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ഈ സ്ത്രീ പറഞ്ഞു, ഞാനത് പറയില്ല, നിങ്ങൾ പറയണമെന്നില്ല. സ്കൂളിൻ്റെ ചുവരിൽ വലുതായി നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് വിളിക്കാനുള്ള, അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ വിളിക്കാനുള്ള നമ്പറുകളുണ്ട്. ആ നമ്പറിൽ വിളിച്ച് പരാതി പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടി വരും. ഒരു കേസുമായി സ്റ്റേഷനിലെത്തിയ അധ്യാപകൻ പറഞ്ഞ കഥയുണ്ട്. അദ്ദേഹത്തോട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്രേ, മാഷേ, ജീവിതത്തിൽ ഈ സമൂഹത്തിൽ ഏറ്റവും നശിച്ച 2 വർഗം അധ്യാപകരും പോലീസുകാരുമാണ്. കാരണം നമ്മളെ 2 കൂട്ടരെയും ജനം പോറ്റുന്നത് ഈ നാട് നന്നാക്കാനാണ്. പക്ഷേ നമുക്ക് 2 കൂട്ടർക്കും അതിന് കഴിയില്ല. നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് എന്തെങ്കിലും ഒരു നന്മ ഉപദേശിച്ചാൽ അവനത് പരാതി പറയാനുള്ള അവസരമുണ്ട്. നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും. ഒരു കുട്ടി റോഡിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടാൽ, ലഹരി ഉപയോഗിക്കുന്നത് കണ്ടാൽ ഈ യൂണിഫോം ധരിച്ച് അവരെ പോയി പിടികൂടാൻ പാടില്ല. സ്റ്റേഷനിൽ വന്ന് യൂണിഫോം അഴിച്ചു വെച്ച് ഡ്രസ്സ് മാറ്റി അവന് പേടിയില്ലാത്ത രൂപത്തിൽ അവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. എങ്ങനെ ഈ നാട് നന്നാക്കാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സമൂഹത്തെ നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത്
നമ്മളുടെ മക്കളെയെങ്കിലും ചേർത്ത് പിടിച്ച് നീ തിന്മയുടെ പിന്നാലെ പോകരുത് എന്ന് പറയാനുള്ള കരുത്ത് ഈ സ്ഥാപനമാണ് നമുക്ക് പകർന്നു നൽകേണ്ടത് എന്നതാണ്. ഈ തരത്തിൽ ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഒന്ന്, നമുക്ക് മനസ്സമാധാനം നൽകുന്ന ഈ അചഞ്ചലമായ വിശ്വാസം നമ്മൾ സ്വീകരിക്കുക. 2, ഏത് വിഷയങ്ങളിലും നിലപാട് പറയാൻ കഴിയുന്ന കരുത്തുറ്റ ആ സ്രോതസ് നമ്മളുടെ ഹൃദയം കൊണ്ട് നമ്മൾ ഏറ്റെടുക്കുക. 3, ഭൗതികമായി ഏതൊക്കെ മേഖലയിൽ നമുക്ക് നമ്മളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുവാൻ, അറബിക് കോളേജിൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്താൻ കഴിയുമോ നമ്മൾ അതിനുള്ള വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുള്ള പ്രചോദനമാകട്ടെ, പ്രേരണയാകട്ടെ ഈ യൂണിയനും അതിൻ്റെ പ്രവർത്തനങ്ങളും എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.